റഷ്യ ഉക്രൈൻ യുദ്ധം അധികമാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അധികമായും ലോകം മുഴുവൻ സംസാരിക്കപ്പെടുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ റഷ്യയെക്കുറിച്ച്. ടക്കർ കാൾസൺ പുടിനുമായി ചെയ്ത ഒരു ഇന്റർവ്യൂ, ആ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 100 മില്യൺ വ്യൂസ് എക്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് ആലോചിച്ചു നോക്കാൻ പോലും പറ്റുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് അനുകൂലമായി നിന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഉക്രൈനിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, കൃത്യമായ സമയത്ത് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ റഷ്യയുടെ പ്രൊപ്പഗണ്ട വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ടക്കർ കാൾസൺ പുടിനുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു മലയാളം അപ്ഡേറ്റ് വേണമെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലെ കമന്റിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇസ്രയേൽ ഹമാസ് അപ്ഡേറ്റ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാസ ഭാഗത്തെ ജനങ്ങൾ ഇതുവരെ ഇല്ലാത്തതുപോലെ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. മതിയായ ആഹാരമില്ല, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 5 വയസ്സിനും താഴെയുള്ള കുട്ടികളെ എടുത്തു നോക്കുകയാണെങ്കിൽ 10ൽ 5 പേർക്കും പോഷകക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല 90% കുട്ടികളും മാനസികമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല എന്ന് പറയുന്നു. ദേഷ്യവും സങ്കടവും കരച്ചിലും നഷ്ടങ്ങളും ഇതെല്ലാം കൊണ്ട് അവരുടെ ജീവിത രീതിയെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് പോഷകാഹാരക്കുറവുണ്ട് എന്നത് യുണിസെഫ് എന്ന സംഘടനയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അവിടെയുള്ള പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറി നിൽക്കുന്നു. ഇവിടെ യുണിസെഫ് സംഘടന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള കുട്ടികൾക്കുണ്ടായിരുന്ന ആ ഒരു ന്യൂട്രീഷൻ എന്നത് യുദ്ധം ആരംഭിച്ചിപ്പോൾ ഏകദേശം 4 മാസം കഴിഞ്ഞതേയുള്ളൂ. ഈ ഒരു സമയത്ത് 12 മടങ്ങ് പോഷകാഹാരക്കുറവ് അവിടെയുള്ള കുട്ടികൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് യുണിസെഫ് മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഈ ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. സീനിയർ അറബ് ഡിപ്ലോമാറ്റ്സ് ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇർറിവേഴ്സിബിൾ സ്റ്റെപ്പ്, പാലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിനും അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതി, കൾച്ചർ, അവരുടെ വിശ്വാസം ഇതെല്ലാം ഒരിക്കലും തകിടം മറിയാതിരിക്കാനും പെട്ടെന്ന് തന്നെ ഇർറിവേഴ്സിബിൾ സ്റ്റെപ്പ് എടുക്കണമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ എന്തൊക്കെ ചെയ്താലും ഇസ്രയേൽ അതിന് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ പാലസ്തീൻ എന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല, പാലസ്തീൻ മുഴുവനായും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന അഭ്യർത്ഥന കൊടുത്തിരിക്കുന്നു. അടുത്തത് ബ്രിട്ടൻ, UK, ബോറിസ് ജോൺസൺ മുതൽ ഋഷി സുനാക് വരെ എത്രത്തോളം സപ്പോർട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് കൊടുത്തിട്ടുണ്ടായിരുന്നോ അതേപോലെയുള്ള സപ്പോർട്ട് ഇപ്പോൾ ഇസ്രയേലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തുന്നതായിക്കോട്ടെ, ഹൂതീസിനെതിരെ ആക്രമണം നടത്തുന്നതായിക്കോട്ടെ, അമേരിക്കയോടൊപ്പം എപ്പോഴും ഒരു രാജ്യം കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് UK ആണ്. UK സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ റഷ്യയുടെ പവർ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ താഴ്ന്നു പോകാനും പാടില്ല. ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടി UK റെഡ് സീയിൽ ഹൂതീസിനെതിരെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. റെഡ് സീയിൽ ഹൂതീസിനെതിരെയുള്ള ആക്രമണം അമേരിക്കയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 70ൽ പരം റോക്കറ്റുകൾ നോർത്തേൺ ഇസ്രയേലിൽ വന്നു എന്ന് പറയപ്പെടുന്നു. ഇസ്രയേൽ ആണെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണവും ചെയ്യുന്നുണ്ട്. ഡമാസ്കസിൽ വലിയൊരു ആക്രമണം നടത്തിയ ഇസ്രയേൽ സിറിയയിലുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തി, ഇനിയും ഞങ്ങളുടെ ആക്രമണം തീവ്രമായി തന്നെ തുടരുമെന്ന അറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോഴും ബ്രിട്ടീഷ് എയർവേസ് ഒരു അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഇസ്രയേലിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് റെസ്യൂം ചെയ്യാൻ പോകുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ സേഫ് ആണ്, അതുകൊണ്ട് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഗോളൻ ഹൈറ്റ്സ് വഴി പ്രവേശിച്ച 2 ഡ്രോൺസിനെ സിറിയ നശിപ്പിച്ചു എന്നൊരു വിവരം സിറിയ പുറത്തുവിട്ടിട്ടുണ്ട്. ഗോളൻ ഹൈറ്റ്സ് വഴി ഡ്രോൺസ് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇസ്രയേൽ തന്നെയാണോ ഉള്ളത്, മറ്റേതെങ്കിലും രാജ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന വിചാരണ നടത്തുമെന്നും പറഞ്ഞിരിക്കുന്നു. അടുത്തത് റാഫ. ഈ ഭാഗത്താണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം അധികമായിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഒരു ദിവസം മുമ്പ് റാഫയിലുള്ള ഇസ്രയേൽ സൈനികർക്ക് ഒരു അറിയിപ്പ് കൊടുക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മറ്റൊരു സേഫായ സ്ഥലത്തിലേക്ക് പോവുക എന്നതാണ്. ഈ റാഫ എന്നത് സേഫ് സോൺ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് സേഫ് സോൺ അല്ല എന്ന അറിയിപ്പാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം റാഫ ഭാഗത്ത് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രയേൽ കൊണ്ടുപോകുന്നു എന്നതും, അതുമാത്രമല്ല ഈ ആക്രമണമൊക്കെ ഇസ്രയേൽ ചെയ്യുമ്പോഴും ഈജിപ്ത് ഒന്നും പറയുന്നില്ല എന്നതും ഒരു ദുഃഖവാർത്ത തന്നെയാണ്.
കാരണം റാഫ ക്രോസിംഗ് വഴിയാണ് ഈജിപ്തിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഗാസ ഭാഗത്തെ ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെയുള്ള റാഫ ക്രോസിംഗ് അല്ലെങ്കിൽ റാഫ സേഫ് സോൺ ആയിട്ടാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സേഫ് സോണായി അറിയിച്ച ഈ ഭാഗത്തും വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തുന്നു. അതും വലിയൊരു ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഈ യുദ്ധത്തെ അടുത്ത ലെവലിലേക്ക് ഇസ്രയേലിന്റെ ഈ റാഫ അറ്റാക്ക് കൊണ്ടുപോകുന്നു എന്നത്. വെസ്റ്റ് ബാങ്കിൽ വീണ്ടും ഇസ്രയേലിന്റെ ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. ആ റെയ്ഡിൽ 11 പാലസ്തീനിയൻസിനെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെയ്ഡ് ഇസ്രയേൽ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ റെയ്ഡിൽ 11 പാലസ്തീനിയൻസിനെ മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്, 2-3 അമേരിക്കൻസും അവിടെ ഉണ്ടായിരുന്നു. റെയ്ഡ് സമയത്ത് കണ്ടെത്തിയ ഈ 3 അമേരിക്കൻസും ആരാണെന്നുള്ള വിവരം അന്വേഷിച്ച് അവർ വന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവരെ പുറത്തു വിട്ടു എന്ന വിവരവും ഇസ്രയേൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 27,947 പേർ, പരിക്കേറ്റവരുടെ എണ്ണം 67,459 എന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 107 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ 142 പേർക്ക് തീവ്രമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നു. UNRWA സംഘടനയുടെ ചീഫും അതേപോലെ സൗദി അറേബ്യയുടെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വിവരം ഇപ്പോൾ ഹോട്ട് ടോപ്പിക് ആയിരിക്കുകയാണ്. കാരണം ഈ UNRWA സംഘടനയിൽപ്പെട്ട ചിലരാണ് ഈ ഇസ്രയേൽ ഹമാസ് പ്രശ്നം ആരംഭിച്ച സമയത്ത് ഹമാസിന് അനുകൂലമായി പ്രവർത്തിച്ചത് എന്ന് ഇസ്രയേൽ ആരോപിക്കപ്പെട്ടവർ. അവിടെയുള്ള കുടിയേറ്റക്കാർക്ക്, അതായത് ഗാസ ഭാഗത്തെ കുടിയേറ്റക്കാർക്ക് സഹായം ചെയ്യുന്ന UNRWA എന്ന സംഘടനയ്ക്ക് ഫണ്ട് തരില്ല എന്ന് 10-15 രാജ്യങ്ങൾ പറഞ്ഞിരുന്നു. ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അഭയാർത്ഥികൾ, അതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയവർ, കുടിയേറ്റക്കാർ ഇവരെയൊന്നും സഹായിക്കാൻ പറ്റില്ല എന്നും ഐക്യരാഷ്ട്രസഭയുടെ UNRWA സംഘടന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, ഫണ്ടില്ലാതെ അവർ ഫ്രീസ് ആയിരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ സഹായിച്ചില്ലെങ്കിൽ പോട്ടെ, അറബ് രാജ്യങ്ങൾ സഹായിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സഹായം ചെയ്യുന്നത്. സോ ഇതൊക്കെ വെച്ചാണ് സൗദി അറേബ്യ ഫോറിൻ മിനിസ്റ്ററുമായി UNRWA ചീഫ് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും യമൻ രാജ്യത്ത് അമേരിക്കയുടെ എയർ സ്ട്രൈക്ക് ഹൂതീസിനെതിരെ ഉണ്ടായിരുന്നുവെന്നും ഇനിയും വരും ദിവസങ്ങളിൽ ഇത് അധികമായിട്ടുണ്ടാവുമെന്ന അറിയിപ്പും പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാഖിലും അമേരിക്ക അവരുടെ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആക്രമണത്തിൽ 40 ഇറാൻ പോരാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം US പെന്റഗൺ പുറത്തുവിട്ടു. സോ അമേരിക്കയെ സംബന്ധിച്ച് ജോ ബൈഡന്റെ ഭരണം, ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ജോ ബൈഡൻ പാർട്ടിക്കുള്ള സ്വീകരണം, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ഇറാനെതിരെ ആക്രമണം നടത്തണം. 2, ഇസ്രയേൽ വിജയിക്കണം. 3, റഷ്യയെ പരാജയപ്പെടുത്തണം. അതിൽ ഇറാനെതിരെയുള്ള ആക്രമണം അമേരിക്ക കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇറാന്റെ പ്രോക്സീസ് എവിടെയൊക്കെയുണ്ടെന്ന് അന്വേഷിച്ച് അവർക്കെതിരെയുള്ള ആക്രമണം അമേരിക്ക ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇറാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കക്കെതിരെ അവരുടെ പ്രോക്സീസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഒന്നുകിൽ സിറിയയിൽ നിന്നും അല്ലെങ്കിൽ ഇറാഖിൽ നിന്നുമൊക്കെ അവരുടെ റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്നും മിസൈലുകൾ ഇറാഖിലേക്കും സിറിയയിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഡ്രോൺസും സിറിയയിലേക്കും ഇറാഖിലേക്കും പോകുന്നു. സോ ഓവറോളായി നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രോക്സി യുദ്ധമായും കണക്കാക്കാം. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.